ഒരു 6:30 ആയപ്പോഴാണ് ഇന്ന് എണീറ്റത്. എണീറ്റ് വന്നതേ പയറുമെഴുക്കുവരട്ടിയും തലേദിവസത്തെ മോര് കാച്ചിയതും അങ്ങ് ചൂടാക്കി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ചായക്കുള്ള പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മഴയാണ് പുറത്ത്. ചൂടോടുകൂടി ആ ചായ അങ്ങ് കുടിച്ചു കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെ കിടന്നതാണ്. എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി കേട്ടോ. അപ്പോൾ ചപ്പാത്തി എന്നുള്ളത് ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയിൽ അങ്ങ് ഒതുക്കാം. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ചിക്കൻ ഞാൻ തലേദിവസം മാരിനേറ്റ് ചെയ്ത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയൊക്കെ ഇട്ട് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്ത് ഈ സവാളയൊക്കെ വഴറ്റിയിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കുറച്ച് സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴണ്ട് അങ്ങ് വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചിക്കനും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടോ. പിന്നെ ഗോതമ്പ് ദോശയും ചുട്ടെടുത്തു. ആ സമയത്ത് അച്ഛ തോട്ടിൽ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാനും നിവാങ്കുഞ്ഞും കുടയൊക്കെ ചൂടി ചുമ്മാ മഴയത്തൊന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. തിരിച്ച് വന്നിട്ട് ബാക്കി ദോശയും കൂടെ ചുട്ടെടുത്തു കേട്ടോ. ഇപ്പം നിവാങ്കുഞ്ഞിന് ഞാൻ കുക്ക് ചെയ്യുമ്പം കൂടെ കുക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ആൾ വന്നിരുന്ന് ചുട്ടൊക്കെ തരും. എനിക്ക് കുഞ്ഞു കുഞ്ഞു ദോശകളൊക്കെ ചുട്ട് തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ചോറ് തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അങ്ങനെ ചോറും ചൂടാക്കി മാറ്റി വെച്ചു. ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി. പിന്നെ ചോറും പൊതി കെട്ടാനായിട്ട് പയറുമെഴുക്കുവരട്ടിയുണ്ട് മോര് കാച്ചിയതും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നു. നിവാങ്കുഞ്ഞിനുള്ള പാല് ഞാൻ അടുപ്പത്തേക്ക് അങ്ങ് വെച്ചു കേട്ടോ. നിവാങ്കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. ദോശയൊക്കെ കഴിച്ചിട്ട് സൂപ്പർ ടേസ്റ്റാണെന്ന് നല്ല ആക്ട് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അത് ആക്ടിങ് മാത്രമേ നടക്കുന്നുള്ളൂ, കഴിക്കലൊന്നും നടക്കുന്നില്ല കേട്ടോ. ചോറും പൊതി കെട്ടുവാണ് ഞാൻ. ചിക്കൻ കറിയുണ്ട് പയറുമെഴുക്കുവരട്ടിയുണ്ട് മോര് കാച്ചിയതുമുണ്ട്. മോര് കാച്ചിയത് വേറെ ഒരു കുഞ്ഞു കുപ്പിക്കകത്താണ് എടുത്തത്. അങ്ങനെ ചോറും പൊതിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ഞാനവിടെ നിന്നങ്ങ് കഴിക്കും കേട്ടോ. അങ്ങനെ നിവാങ്കുഞ്ഞിനും കൊടുത്ത് ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.